രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാൻ ഇസ്രായേൽ ഇന്നലെ 3 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. ഇതിൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. അതേസമയം ബന്ദികളെ ക്രൂരമായി പീഡിപ്പിച്ച ഹമാസിനെതിരെ കർശന നിലപാട് വേണമെന്നാവശ്യപ്പെട്ട് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേൽ കത്തയച്ചു. ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന 73 ബന്ദികളെ ഉപാധികളില്ലാതെ മോചിപ്പിക്കണമെന്നും ആവശ്യം. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, ആന്റോണിയോ ഗുട്ടറസിന് ഇന്നലെ ഇസ്രായേൽ കത്തയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ ബന്ദികളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്നുള്ളൊരു വിവരം കൂടി ഇസ്രായേൽ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഇസ്രായേലിന്റെ തീരുമാനം അല്ലെങ്കിൽ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദേവിക, ശക്തമായൊരു നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിന്റെ UN-ലെ അംബാസഡർ കൂടിയായ ഡാനി ടാനനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് കൃത്യമായ ഒരു കത്ത് തന്നെ, അതായത് നമുക്ക് പൊളിറ്റിഷ്യനിൽ കാണുന്ന കത്ത് തന്നെ നൽകുകയും ചെയ്തത്. ഈ കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ആന്റോണിയോ ഗുട്ടറസ് ഇത്തരത്തിൽ ബന്ദികളെ ക്രൂരമായി പീഡിപ്പിച്ച നടപടിയെ ശക്തമായി, അതായത് മറ്റു ഉപാധികളില്ലാതെ അതിനെ ശക്തമായി അപലപിക്കണം എന്നൊരാവശ്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 21ഓളം ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ആ മോചിപ്പിച്ച ബന്ദികളിൽ പലരും ഇക്കഴിഞ്ഞ ദിവസം ബന്ധിപ്പിച്ച 3 ബന്ദികളും അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൻതോതിൽ അവർ ഈ ഇത്തരത്തിൽ ടണലുകളിൽ കഴിയുന്ന വേളയിൽ പീഡനം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ശക്തമായ ഉപദ്രവം അവിടെ സഹിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തണുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഈ മണ്ണിനടിയിലുള്ള ഗുഹ പോലുള്ള സംവിധാനത്തിൽ ചെരുപ്പിടാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായ ഭക്ഷണമോ അടിസ്ഥാന സൗകര്യങ്ങളോ ലഭ്യമാകാത്തതിനാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണാനുണ്ട്. വളരെ മെലിഞ്ഞ് ശോഷിച്ചു പോയ ഒരവസ്ഥയിലാണ് ബന്ദികൾ എല്ലാവരും, ഇന്നലെ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ എല്ലാവരും ഉള്ളത്. അതെല്ലാം തന്നെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇസ്രായേലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വൈകുന്നേരത്തോടെ ഇസ്രായേലിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിനാണ്. ദീർഘമായ ഒരു അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം എത്തിയതിനു ശേഷമായിരിക്കും ഈ തുടർ നടപടികൾ, അതായത് ബന്ദികളുടെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നടത്തൂ എന്നായിരുന്നു തീരുമാനം. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി പ്രതിനിധികളെ ദോഹയിലേക്ക്, ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ്, അവിടേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇനി ആ തീരുമാനത്തിന്റെ ഒരു അന്തിമമായ രൂപം നൽകേണ്ടതിന് ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേരേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സുരക്ഷാ ക്യാബിനറ്റ് ഈ തീരുമാനത്തെ, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതോടെ തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, രണ്ട് സാഹചര്യങ്ങളാണ് ഒരേപോലെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുന്നത്. ബന്ദികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തു നിന്ന് പോലും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല, വെടിനിർത്തൽ ധാരണ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാനും തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആയുധം നൽകുന്നതിനുൾപ്പെടെയുള്ള ധാരണ ഇന്നലെ പുറത്തു വരികയും ചെയ്തിരുന്നു. വൻതോതിലുള്ള $7,400 കോടി വലിയ ഒരു ഇടപാടാണ് നടക്കാനിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും. ദേവിക. ശരി, അന്താരാഷ്ട്ര റിപ്പോർട്ടുകളുമായി ചേർന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ്.